നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. താരസംഘൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഇന്ന് വരെ താരസംഘൻ്റെ അമ്മ ചെയ്യാത്തൊരു സംഭവം ഇന്നലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ആ വാർത്ത ചെയ്തത്. 25 വർഷമായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് കൃത്യമായി അറിഞ്ഞു. ഇതിനു മുമ്പ് 25 വർഷത്തിന് മുമ്പ് മറ്റ് സംഘടനകൾ ചേർന്ന് അതിനൊരു വീതം നൽകിക്കൊണ്ട് അത്തരമൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ ഭരണസമിതിയിൽ വന്നതിന് ശേഷം അത്തരമൊരു പരിപാടി പാടില്ല, ഇത് ചാരിറ്റിയാണ്, നമ്മുടെ സംഘടന ചാരിറ്റി പ്രവർത്തനം മാത്രമാണ്, അതിന് മറ്റ് നിലയിലേക്ക് പൈസ വകമാറ്റാൻ പാടില്ല എന്ന് പറയും. പിന്നീട് ഇടവേള ബാബു ഉൾപ്പെടെ ഉള്ളവർ ഈ കീഴ്വഴക്കം തുടങ്ങി. കഴിഞ്ഞ ഭരണസമിതിയും ഈ കീഴ്വഴക്കം തുടങ്ങി, ലാസ്റ്റ് ഭരണസമിതിയും. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് ഇത്തവണത്തെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണും കൂടിയാണ്, ഇവർക്കൊന്ന് ആളാകാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയായിട്ട് മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ എതിർത്തവരുണ്ട്. ജോയി മാത്യു ഇതിനെ കൃത്യമായി എതിർപ്പ് രേഖപ്പെടുത്തി, ടിനി ടോം എതിർപ്പ് രേഖപ്പെടുത്തി, സിജോ വർഗീസ് എതിർപ്പ് രേഖപ്പെടുത്തിയ ആളാണ്, കൈലാഷ് എതിർപ്പ് രേഖപ്പെടുത്തിയ ആളാണ്. ഇവരൊക്കെ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇത് മന്ത്രിയോട് ഞാൻ പറഞ്ഞ വാക്കാണ്, അതുകൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നടത്തിയ പരിപാടി വലിയ വിവാദത്തിലേക്കാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത വാർത്ത സത്യസന്ധമാണ് ഇത് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഏറ്റവും സീനിയറായ, അമ്മയിലെ ഏറ്റവും സീനിയർ എന്ന് വേണ്ടി പറയാം, നമ്മളെല്ലാം മല്ലിക ചേച്ചി എന്ന് വിളിക്കുന്ന മല്ലിക സുകുമാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഇന്നലെ മാധ്യമങ്ങളെടുത്തും അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ ഈ ഒരു ആഘോഷം വേണമായിരുന്നോ, അതും സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന താരസംഘടന അമ്മയ്ക്ക് വേണമായിരുന്നു എന്നാണ് മല്ലിക ചേച്ചിയുടെ ചോദ്യം. മല്ലിക ചേച്ചി ഇത് കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. സത്യമാണ്, നീതിന്യായ വ്യവസ്ഥയിൽ ഈ സമൂഹം അതിജീവിത എന്ന് വിളിച്ച് സ്വയം അതിജീവിതയായിട്ട് 8 വർഷക്കാലം വിധവയായ അമ്മയെ സമാധാനിപ്പിച്ചും ജീവിച്ചും കാണിച്ചു. ഇന്നലെ ആദ്യമായി ഞാനാണ് അതിജീവിത എന്ന് പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു മനോവിഷപ്പും തുറന്നെഴുതി. അതിജീവിത എഴുതിയ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കുട്ടി ആഘോഷിക്കുന്ന സ്ത്രീകൾ ഭരിക്കുന്ന സംഘടന എന്താണ് കാണിക്കുന്നത്? ഒപ്പമുള്ള സഹപ്രവർത്തകരുടെ കണ്ണുനീരിന് ഇവർക്ക് ഒരു വിലയുമില്ലേ? വലിയ ചോദ്യമാണ് ഉന്നയിച്ചിട്ട്. ഒപ്പമുള്ള സഹപ്രവർത്തകരുടെ കണ്ണുനീരിന് ഒരു വിലയുമില്ലേ? മല്ലിക ചേച്ചിയാണ് എഴുതുന്നത്. അമ്മയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ചലച്ചിത്രമേള പ്രതിനിധികൾക്ക് പാർട്ടി കൊടുക്കണം പോലും. ഇതാണോ സംഘടനയുടെ ചാരിറ്റി? സംഘടനയുടെ ചാരിറ്റിയിലാണ് പെടുത്തുന്നത്. ഇതൊരിക്കലും ചാരിറ്റി പ്രവർത്തനമാവില്ല. മന്ത്രിയുടെ സമ്മതം വാങ്ങി ബജറ്റ് വരെ അംഗീകരിച്ചെന്നാണ് വാർത്ത. എന്തു വേണമെങ്കിലും വായിക്കോട്ടെ, ഇന്ന് തന്നെ വേണമായിരുന്നു, ഒരു ചോദ്യചിഹ്നമായിരുന്നു. ആ ചോദ്യചിഹ്നം കൃത്യമായി സംസാരിക്കപ്പെടുന്നു ഇപ്പോൾ അമ്മയിലെ ഓരോ അംഗങ്ങളും. അമ്മയിലെ സഹോദരിമാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ സ്ത്രീ ഭരണകൂടത്തോട്. സ്ത്രീകളാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ അമ്മയുടെ മറ്റ് സഹോദരിമാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് മല്ലിക ചേച്ചി ചോദിക്കുന്നു. കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തി ഉള്ള വില കളയാതെ നോക്കുക. കാലം മാറി, കഥ മാറി. ഒരു കൊച്ചുമിടുക്കനെ ചേർത്ത് നിർത്തി ചോദിച്ച ചോദ്യത്തിന് വാത്സല്യത്തോടെ മറുപടി നൽകിയ പ്രധാനമന്ത്രിയെ വരെ നാം കണ്ടു. എന്ത് ഉദാഹരണങ്ങളാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്. വീണ്ടും പറയുന്നു, ആവതും പെണ്ണാലെ അഴുവതും പെണ്ണാലെ. മല്ലിക സുകുമാരൻ്റെ വാക്കുകളാണ്. അവിടെയാണ് കേട്ടോ, ആവതും പെണ്ണാലെ അഴുവതും പെണ്ണാലെ. കൃത്യമായി മല്ലിക ചേച്ചി ഇത് കുറിച്ചു. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാണ്. മെയിൻ സ്ട്രീമുകളൊക്കെ എടുത്ത് വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു നടപടി താരസംഘടന അമ്മ എന്തിനു വേണ്ടി നടത്തി? കഴിഞ്ഞ 8-ാം തീയതി ദിലീപിൻ്റെ വിധി വരുന്ന ദിവസം ജനറൽ എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നു. അന്ന് സാങ്ഷനാക്കുന്നു. അന്ന് എതിർത്തവരുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ, അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുമായി എതിർത്ത് ജോയി മാത്യു അന്ന് തന്നെ വോയിസ് മെസ്സേജായിട്ട് അയച്ചു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. ഇവരെല്ലാവരും എതിർത്തു. പക്ഷേ അന്ന് കൂടിയ ഭൂരിഭാഗം ആളുകളുടെ ഒരു ഇഷ്ടപ്രകാരം നടപ്പിലാക്കുകയാണ് ചെയ്തത്. 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വക മാറ്റിയിരിക്കുന്നത്. എത്രയോ പാവങ്ങളായ അമ്മയിലെ അംഗങ്ങളുണ്ട്. അവർക്ക് കൈനീട്ടം കൊടുക്കേണ്ട പൈസ, മരുന്നുകൾക്ക് കൊടുക്കേണ്ട പൈസ, ഇതിനു മുമ്പുള്ള ഭരണസമിതി സ്വരൂപിച്ചു വെച്ച പൈസ, ആ പൈസ എടുത്താണ് ഇതിന് ചിലവാക്കിയിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റായ നടപടിയാണെന്ന് ഇപ്പോൾ ഓരോ അംഗങ്ങളും പറയുന്നു. എന്നെ വിളിച്ച കുറേ അംഗങ്ങളുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ. ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചു കൂട്ടുന്നു. പക്ഷേ ഇതെന്താണെന്നറിയാൻ പോയ ആളുകളുമുണ്ട്. ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പോയ ആളുകളുമുണ്ട്. പക്ഷേ ഇന്നലെ
വലിയ ഡിന്നർ പാർട്ടിയൊക്കെ നടത്തി. പക്ഷേ മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മന്ത്രി സജി ചെറിയാനൊന്നും പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എവിടെയോ പൊരുത്തക്കേടുണ്ട് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് ചോദിച്ച് ആവശ്യപ്പെട്ടിട്ടാണ് ജനറൽ സെക്രട്ടറി വന്ന് പറയുന്നത്, ഇത് എൻ്റെ പ്രസ്റ്റീജ് വിഷയമാണ്, ഇത് നടത്തണം. ഇതിനുവേണ്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടി ആദ്യം റോയൽ കാറ്ററിങ്ങിനെ സമീപിച്ചു. ഇന്നലെ പറഞ്ഞതാണ്. പക്ഷെ അവരുടെ അടുത്ത് കൊട്ടേഷൻ വയ്ക്കുന്നു. പക്ഷേ ആ കൊട്ടേഷൻ ഒന്നും വകവയ്ക്കാതെ വേറൊരു നില കാറ്ററിങ്ങിന് കൊടുക്കുന്നു. അത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയാതെ പോലും ഓഫീസിൽ മീറ്റിംഗ് വിളിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറെ കാണുന്നു. അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്താന്നൊരു പറച്ചിലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും മല്ലിക ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നു. മല്ലിക ചേച്ചിക്ക് നിരവധി ആളുകളാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. മല്ലിക ചേച്ചിയുടെ പോസ്റ്റിന് താഴെ നോക്കിയാൽ അറിയാം, നിരവധി ആളുകൾ പിന്തുണ അറിയിച്ചിരിക്കുന്നു. കാരണം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടി ഫിലിം ഫെസ്റ്റിവൽ ആളുകൾ നിൽക്കുമ്പോൾ താരസംഘടന അമ്മ, ഇപ്പോഴത്തെ വനിതകൾ ഭരിക്കുന്ന താരസംഘടന അമ്മ അവിടെ ഒരു ഡിന്നർ നടത്തിയത് തെറ്റാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നൊന്നും എടുത്തു പറയണം. 25 വർഷമായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഇത്തവണ ഫെഫ്ക നടത്തുന്നില്ല, ഫെഫ്ക നടത്തുന്നതായിരുന്നു, ഫെഫ്ക നടത്തുന്നില്ല, നിർമ്മാതാക്കളുടെ സംഘടന നടത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് നടത്തിയ ചരിത്രമുണ്ടായിരുന്നു 25 വർഷം മുമ്പ്. അപ്പോൾ ചാരിറ്റി സംഘടന എന്ന് പറയുന്ന അമ്മ എന്തിനാണ് പൈസ സ്വരൂപിച്ചിട്ട് ഇത്തരം രീതിക്ക് ചെലവഴിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. അത് അംഗങ്ങളെല്ലാവരും ഉയർത്തുന്നൊരു ചോദ്യമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇതിന് കൃത്യമായ മറുപടി അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ നൽകേണ്ടതായി വരും. എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടും. ഞാനിതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പല ആളുകളെയും വിളിച്ചു. അതോടൊപ്പം താരസംഘടനയിലുള്ള പല ആളുകളുമായിട്ട് സംസാരിച്ചു. ഇവരെല്ലാം പറയുന്ന ഇത്തരം സംഭവം ശരിയല്ല. അത് പല ആളുകളെയും അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്തുള്ളവരെ പോലും അറിയിച്ചില്ല ഈ പാർട്ടിക്ക് എന്ന് പറയുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോൾ പറയുന്നു അറിയിക്കാത്തത് നന്നായി, ആയിരുന്നെങ്കിൽ ഞങ്ങളും പോയേനെ എന്ന് അവരും പറയുന്നുണ്ട്. എന്തായാലും ഇത് തികച്ചും നീതി വ്യവസ്ഥയോട് വെല്ലുവിളിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കേണ്ട സംഘടന ഇത്തരമൊരു പാർട്ടി നടത്തിയത് ഖേദകരം എന്ന് തന്നെയാണ് അമ്മയിലെ എല്ലാ അംഗങ്ങളും പറയുന്നത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും മല്ലിക ചേച്ചിയുടെ വാക്കുകൾ, മല്ലിക ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. ഞാൻ ഇന്നലെ ചെയ്ത വാർത്തയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് മല്ലിക ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടിരിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.